അതിർത്തി കടന്ന ശത്രുവിന്റെ നെഞ്ചിലേക്ക് തുളച്ചു കയറുന്നൊരു മരണദൂതൻ. റഡാർ കണ്ണുകളെ വെട്ടിച്ച് ശബ്ദത്തേക്കാൾ വേഗത്തിൽ പറന്ന് കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ലക്ഷ്യസ്ഥാനം ചാരമാക്കാൻ ഇന്ത്യക്കിനി നിമിഷങ്ങൾ മതി. 3.25 കോടി രൂപയുടെ ബജറ്റ്, 114 പുതിയ റഫാൽ യുദ്ധവിമാനങ്ങൾ, കൂട്ടിന് ലോകം ഭയക്കുന്ന സ്കാൽപ് മിസൈലുകളും. പാകിസ്ഥാനും ചൈനയും ഉറക്കമില്ലാത്ത രാത്രികളിലേക്ക് കടക്കുകയാണ്. ഇത് വെറുമൊരു ആയുധ കരാറല്ല, ഏഷ്യയുടെ സൈനിക ഭൂപടം മാറ്റി ഇന്ത്യ വരയ്ക്കുന്ന ചരിത്രമാണ്. ഭാരതത്തിന്റെ ഈ മഹായുദ്ധതന്ത്രം എന്താണെന്ന് പരിശോധിക്കാം. ഈ കഥയിലെ യഥാർത്ഥ ഗെയിം ചേഞ്ചർ 3200 കോടി രൂപയുടെ സ്കാൽപ് മിസൈലുകളാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഒന്ന് ആലോചിച്ച് നോക്കൂ. ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഒന്ന് കണ്ണ് ചിമ്മുന്ന നേരത്തിനുള്ളിൽ അവരുടെ ബങ്കറുകൾ തകർക്കാൻ ഇതിന് കഴിവുണ്ട്. റഡാറുകൾക്ക് പിടികൊടുക്കാത്ത ഡിസൈനാണ്. ഒരിക്കൽ ലോഞ്ച് ചെയ്താൽ പിന്നെ പൈലറ്റിന് ചായ കുടിച്ചിരിക്കാം. മിസൈൽ ലക്ഷ്യസ്ഥാനം കൃത്യമായി കണ്ടെത്തി തകർത്തിരിക്കും. പിന്നെ 500 കിലോമീറ്റർ വരെ ദൂരപരിധി. ഇന്ത്യയുടെ മണ്ണിൽ നിന്നും തൊടുത്താൽ പാകിസ്ഥാന്റെ ഏത് പ്രധാന എയർബേസും ചാരമാകും. ബാലാക്കോട്ടിന്റെ ശേഷം ഇന്ത്യയുടെ പ്രഹരശേഷി എത്രത്തോളം വർദ്ധിച്ചു എന്നതിന്റെ തെളിവാണ് ഈ മിസൈലുകൾ. നിലവിൽ നമ്മുടെ പക്കൽ 36 റഫാലുകളുണ്ട്. എന്നാൽ ഇനി വരാൻ പോകുന്നത് 114 എണ്ണമാണ്. ഇതിൽ ഭൂരിഭാഗവും നിർമ്മിക്കുന്നത് ഫ്രാൻസിലല്ല, മറിച്ച് നമ്മുടെ ഇന്ത്യയിലാണ്. ആത്മനിർഭർ ഭാരത് എന്ന പദ്ധതിയുടെ ഭാഗമായി 60% ഭാഗങ്ങളും ഇന്ത്യയുടെ മണ്ണിൽ നിർമ്മിക്കും. ഇമ്മാനുവൽ മാക്രോണിന്റെ സന്ദർശനം വെറുമൊരു ഷെയ്ക്ക് ഹാൻഡ് ആയിരുന്നില്ല. ദാസോ ഏവിയേഷൻ ഇന്ത്യയിൽ അസംബ്ലി യൂണിറ്റ് തുടങ്ങുന്നതോടെ ഇന്ത്യ ലോകത്തിന്റെ ഡിഫൻസ് ഹബ്ബായി മാറും. ആയിരക്കണക്കിന് യുവാക്കൾക്ക് തൊഴിലും ഒപ്പം അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ കൈമാറ്റവും വ്യോമസേനയ്ക്ക് മാത്രമല്ല നാവികസേനയ്ക്കും ലഭിക്കുന്നുണ്ട്. 26 റഫാൽ മറൈൻ വിമാനങ്ങൾ INS വിക്രാന്തിൽ നിന്ന് ഈ കരുത്തന്മാർ പറന്നുയരുമ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ നോക്കുന്ന ചൈനീസ് കപ്പലുകൾക്ക് അത് വലിയൊരു താക്കീതായിരിക്കും. ഇന്ത്യ ഇന്ന് ആയുധങ്ങൾക്കായി യാചിക്കുന്ന രാജ്യമല്ല, മറിച്ച് ലോക ശക്തികളോട് കണ്ണിൽ നോക്കി സംസാരിക്കുന്ന രാജ്യമാണ്. വീട്ടിൽ കയറി അടിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറും വാക്കില്ലെന്ന് ഇത് അടിവരയിടുന്നു. 140 കോടി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന, ശത്രുവിന്റെ റഡാർ സ്ക്രീനുകളിൽ പേടി സ്വപ്നമായി മാറുന്ന നവഭാരതത്തിന്റെ മുന്നേറ്റമാണിത്. ഭാരതത്തിന്റെ ഈ കരുത്തിനെ കുറിച്ചപ്പോൾ നിങ്ങൾ എന്ത് കരുതുന്നു? തീർച്ചയായും അത് കമന്റ് ബോക്സിൽ അറിയിക്കൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.